ആ അരവിന്ദ, എല്ലാരും ഉണ്ടല്ലോ. എന്താണ് പതിവില്ലാതെ? പതിവില്ലാത്തൊക്കെ സംഭവിക്കുമ്പോൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റുമോ? വാസ്തവം. ഇന്നലത്തെ പരിപാടി പിള്ളേർ തകർന്നെന്നാണല്ലോ കേട്ടത്. ആർട്ടിസ്റ്റ് പുളകിതൻ, എന്തോ ആഫീസർമാരെ ഒന്ന് നോക്കുമ്പോ റോഡിലെ വരയായിരിക്കണം. അല്ലെങ്കിൽ അറിയാലോ. നിങ്ങളുടെ വരേരും കുറിയും കണക്കറിയാനല്ല ഞങ്ങൾ വന്നത്. പിന്നെന്തിനാണാവോ? നിങ്ങളെ മോള് UK ഒന്നും അറിഞ്ഞല്ല. അതിന് അമ്മ പേടിക്കാതെ, ഞാൻ ഇപ്പോൾ ഉണർത്തി തരാം. അയ്യോ ഡോക്ടറെ, പതിയെ ഉണർത്തിയാൽ മതി കേട്ടാ. ഇതൊന്ന് പതിയെ കയറ്റാൻ പറ്റുമോ? ഓ പിന്നെ പാവം. അപ്പാ. ഓ ആ മതി. അയ്യോ ഓ, ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നമല്ലേ, ഞാനായിട്ട് എന്നെ പറഞ്ഞു തീർത്തോളാം കേട്ടോ. സഖാവേ, എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലായി. എന്നെ കൊണ്ട് പറ്റൂല. സഖാവിനെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ട് പറ്റും? നിങ്ങൾ പറഞ്ഞാലും കാര്യമുണ്ട്. ഇവ ഇനി വാറക്കല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. നല്ല തടിവടി പോലെ എന്നാ പെണ്ണുമ്പുള്ളെ തള്ളി തറയിലിട്ട് നിൽക്കണണ്ട ആറാം കുറ്റി കണക്ക്. അർജുനൻ സഖാവേ, എൻ്റെ പേര് ഞാൻ ഇവിടെ അർജുൻ എന്നാണ് പറഞ്ഞേക്കണം. അതെ, കമോൺ അർജുൻ, കമോൺ കമോൺ. കൊണ്ടേ പോവും. സഖാവേ, സഖാവേ, അച്ഛനെ തന്നെ. അതായത് ഇപ്പോൾ ഇവിടെ നടന്നത് ഒരു ആശയവിനിമയ ധ്രുവീകരണമാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. സത്യത്തിൽ ഈ കുട്ടി വെള്ളം അടിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടേ ഉള്ളൂ. ആ കുട്ടി പറഞ്ഞതിലുള്ള തെറ്റാണ് വെള്ളം അടിച്ചു എന്ന് കേട്ടത്. സത്യത്തിൽ ഈ കുട്ടി വെള്ളം അടിച്ചിട്ടേയില്ല. പിന്നെ ബീഫ് ഉണ്ടാക്കി എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. പക്ഷെ അത് കഴിച്ചത് ഞങ്ങളാണ്. ആ കുട്ടി അണ്ടിപ്പരിപ്പ് ഏലക്കയിട്ട നല്ല വെജിറ്റബിൾ കുറുമയാണ് കഴിച്ചത്. ആ കുട്ടി കുറുമ, ഞങ്ങൾ ബീഫ്, ആ കുട്ടി കുറുമ. അതെ അച്ഛാ, അത് ഈ പോത്ത് പറഞ്ഞപ്പോ തെറ്റിപ്പോയതാണ്. അതാണ് അച്ഛ ഉണ്ടായത്. അതെ അച്ഛാ.